ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇത്ര വലിയ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ്. അടുത്തായി ഞാൻ അനൂപ് ചന്ദ്രനെ പരിചയപ്പെടുത്താം. അനൂപ് ചന്ദ്രനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്ത്. ഇതാണ് ഞങ്ങളുടെ ഒരു അതിന്റെ ഒരു ഇത് മത്സരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 1 മണി കഴിഞ്ഞാൽ അപ്പോ 1 മണി വരെയാണ് ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറൽ സെക്രട്ടറിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും കൂടി ചേർന്നാണ് അമ്മയുടെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം എല്ലാവരും അറിയും. നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് എവിടെയുണ്ട്? അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. അതായത് ഞാൻ പറഞ്ഞേ, ഭാരവാഹി ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാം ചെയ്യും. ബാബു സത്യർഹമായ സേവനമാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷോകളൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ ഈ ശക്തിമാൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. നമ്മുടെ സെക്രട്ടറി, അതെ, ജനറൽ സെക്രട്ടറിയിലേക്ക് എന്താ പറയുക, ഇതൊരു ചരിത്ര സത്യമാകാൻ പോവുകയാണ്. അതായത് ജനറൽ സെക്രട്ടറി മാറിയതിനു ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാൻ പോകുന്ന ആളാണ് ഇതാ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, ആജീവാനന്ദ ജനറൽ സെക്രട്ടറി. അല്ല, ഏതായാലും ഈ അമ്മയുടെ ഓഫീസ് ഇത്ര അടുത്തെടുത്ത് കൊടുത്തെന്തിനാ? ഫ്ലാറ്റിന്റെ അടുത്ത് കൊടുത്തിരിക്കുക. അതൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഏതായാലും ഞാനൊന്നും മോചിതനാവാൻ പോവാണ്. കാരണം അതെ, 25 കൊല്ലത്തെ രാഷ്ട്രാന്തര പരിശ്രമത്തിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി, വളരെ എന്താ ആത്മസംതൃപ്തിയോടുകൂടി പടിയിറങ്ങണം. അല്ല, എനിക്ക് നമ്മുടെ അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ എന്നൊക്കെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട്. നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഇനി കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് ശാസിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. സുരാജ് പിന്നാറമ്മ ഒരു സ്ഥാനാർത്ഥിയാണ്. സുരാജ് വോട്ടൊക്കെ പിടിച്ചോ? പിടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. വളരെ അമ്മയെ കുറിച്ച് പറയും. അമ്മയെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? എല്ലാവരും പറയുന്നത് തന്നെയാണ് അമ്മ. ഇനി നമുക്ക് നമ്മുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാവുന്ന. തീർച്ചയായിട്ടും അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിജയിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം നമ്മളെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. 1994 സുരേഷ് ഗോപി എൻ്റെ അടുത്ത് വരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം സംഘടനകളായിട്ടുണ്ട്, നമുക്ക് മാത്രം ഒരു സംഘടന ആയിട്ടില്ല. നമുക്കൊരെണ്ണം ഉണ്ടാക്കണം. ഒരാഴ്ചയായിട്ട് അത് നിശ്ചയിച്ചെടുക്കണം. 25,000 രൂപ, 10,000 രൂപ ഞാൻ എടുത്തു, 10,000 രൂപ ഗണേഷ് കുമാർ. ഈ പൈസ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് മറ്റേ പഞ്ചായത്ത് ഹാളിൽ എല്ലാവരും വിളിച്ചു. അന്ന് 85 പേര് വന്നു. എല്ലാവരും മോനുകളുടെ എല്ലാവരും വന്നു. നമ്മളൊരു സദ്യയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം മീറ്റിംഗ് കിടന്നു. അങ്ങനെയാണ് അമ്മ തുടങ്ങുന്നത്. അമ്മ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഘടനയുടെ 1-ാം സ്ഥാനം, 1-ാം നമ്പർ അംഗത്വം സുരേഷ് ഗോപി, അംഗത്വത്തിന് 2-ാം അംഗത്വം എടുത്തിരിക്കുന്നത് ഗണേഷ് കുമാർ, കെ വി ഗണേഷ് കുമാർ, 3-ാം ഞാൻ മണിയമ്പിള്ളായിരുന്നു. അങ്ങനെ ഈ സംഭവം തുടങ്ങി. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സജീവമായിട്ട് എല്ലാവരും കൂടെ കൂടി ഷോ ചെയ്യണം ആവശ്യം. ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു ഷോ ചെയ്യാൻ നമ്മളത് സംഘടിക്കുന്നു. ഗാന്ധിപതി ബാലൻ നമ്മൾ വിട്ടുപോയി. ഗാന്ധിപതി ബാലൻ ആ ഷോ ഏറ്റെടുക്കും. അങ്ങനെ തിരുവനന്തപുരം, എറണാകുളം, കാലിക്കറ്റ് 3 ഷോ നമ്മൾ നടത്തും. 3 വൻ വിജയം. അതാണ് ശരിക്കും പറഞ്ഞ അമ്മയുടെ ആദ്യത്തെ ഫണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആദ്യത്തെ പടം ഇടേണ്ടതാണ്. അങ്ങനെ ചെയ്ത സേവനം. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കാര്യം, ഞാൻ ഷോ സന്ദേശമാണ് അമിതാഭ് ബച്ചൻ വന്നിരുന്നു. നമ്മളെ ഷോ ആയിരുന്നു.
അതും ഇന്ന് ട്രിവാൻഡ്രത്താണെങ്കിൽ നാളെ എറണാകുളം, മറ്റൊന്ന് അതിൻ്റെ അടുത്ത് ദിവസം കാലിക്കട്ട് കണ്ടിന്യൂസ് ഉണ്ട്. ബാലിനകത്ത് സമ്പത്ത് നഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതുകൊണ്ടൊരു ഫണ്ട് പ്ലേസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പല കമ്മിറ്റിയിൽ ഇരിക്കുന്നെങ്കിലും കഴിഞ്ഞ വർഷം മാത്രം ഞാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഈ പറഞ്ഞൊരു അപ്പോൾ എല്ലാം വേറെ പാനലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിക്കുകയും ചെയ്തു. ഇപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് നിൽക്കാത്തത്. ഞാൻ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും ഇതിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഓരോ ഷോയുടെ കാര്യത്തിന്, ഇതിൻ്റെ ഓരോ കാര്യത്തിനൊക്കെ നമ്മൾ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ ഇലക്ഷൻ നിൽക്കണമെന്നില്ല. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.